ഒരു ചലച്ചിത്രകാരന് ലഭിക്കാവുന്ന വലിയ ഒരു അംഗീകാരമാണ് ഈ ആത്മീയ ഗുരുക്കന്മാരുടെ ഇടയിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്ത സിനിമയുടെ 20 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് മനസ്സ് പിടയുകയും ഹൃദയം നനയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരവസരത്തിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എനിക്ക് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രയാസത്തിൽ ഇരിക്കുമ്പോഴാണ് ഏതായാലും തിരുമേനിമാരുടെ 3 പേരുടെ ആശംസകൾ വന്നപ്പോഴത്തേക്ക് എന്നെ ഇമോഷനിൽ നിന്ന് എന്നെ മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷം. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും സന്തോഷത്തോടുകൂടി വാക്കുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. വളരെ സന്തോഷം. എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളതൊക്കെയും കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുമ്പോൾ വീണ്ടും അതിൻ്റെ ഒരു ആവർത്തനമായിരിക്കും വരുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് വർഷങ്ങൾക്ക് ശേഷം ലഭിക്കാവുന്ന ചില അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ ഇത്രമാത്രം ഉണ്ടാകും എന്ന് 20-21 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഈ സിനിമ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ഒരു ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ട് ഇതിൻ്റെ രോഗത്തിനെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹമാണ് കുന്നംകുളത്ത് ഒരു ഡോക്ടർ ജേക്കബ് റോയ് ഉണ്ട്. അദ്ദേഹം ARDS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള അൾസമേഴ്സ് ആൻഡ് റിലേറ്റഡ് ഡിസീസിൻ്റെ പ്രസിഡൻ്റായി വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഒരു എറണാകുളത്ത് നിന്ന് ഒരു ചെറിയൊരു മാരുതി കാറിൽ ആണ് ഞാൻ ഈ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ, അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ ചെന്ന് കയറുന്നതും അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കിങ്ങനെ ഒരു സിനിമ ചെയ്യാൻ കഴിയുമോ? കാരണം അത്രയധികം മനസ്സിൻ്റെ കോംപ്ലിക്കേഷൻസുകളൊക്കെ ഉള്ള ഒരു വിഷയത്തിനെക്കുറിച്ച് എത്ര പഠനം ആവശ്യമാണ് എന്നുള്ളതും ലോകത്തിൽ തന്നെ അപൂർവമായി മാത്രമേ ഇത്തരമൊരു വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടും അറിയാത്തതുകൊണ്ടും നമ്മൾ ചാടി ഇറങ്ങി പുറപ്പെടും. അദ്ദേഹം എനിക്ക് കുറേയധികം പുസ്തകങ്ങൾ തന്നു വായിക്കുവാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഇത് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു സിനിമയിലേക്ക് ഇതിൻ്റെ കഥയിലേക്കുമൊക്കെ ഞാൻ എത്തുന്നത്. ഇവിടെ ജിനു ജോൺ അച്ഛൻ എന്നെ ഇതിനായി ക്ഷണിച്ചപ്പോൾ അച്ഛനോട് ചോദിക്കണമെന്ന് വിചാരിച്ചു. അച്ഛൻ പറഞ്ഞു എന്നെ ആദരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു സദസ്സിൽ എനിക്കൊരു ആദരവ് കിട്ടുന്നതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പം ഞാൻ പലപ്പോഴും അച്ഛനോട് ചോദിക്കണമെന്ന് വിചാരിച്ചു, അച്ഛൻ ഞാൻ ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഇവിടുത്തെ അന്തേവാസികളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അതോ ഇതിൻ്റെ കെയർ ഗീവേഴ്സിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അതോ നാട്ടുകാരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? കാരണം ആരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ഒരു ബോധ്യമുണ്ടാകുമ്പോഴാണ് ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെ എത്തുന്നിടം വരെ ഞാൻ ഒന്നും ചിന്തിച്ച് വെച്ചിട്ടില്ല നിങ്ങളോട് പറയാൻ. കാരണം ആരോടാണ് സംസാരിക്കേണ്ടതെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മാത്രം മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെയാണ്. രോഗത്താൽ മറക്കപ്പെടുന്ന അവസ്ഥ, അങ്ങനെയുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിനായിട്ടാണ് ഈ സ്മൃതി എന്ന സ്ഥാപനം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. 2018 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെങ്കിൽ രോഗമില്ലാത്ത നമ്മൾ എല്ലാം മറക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. ഇന്ന് നടന്ന ഒരു ദുരന്തം, ഇന്നലെ നടന്ന എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ദൈവമേ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടി വന്നതിലെ മെഴുകുതിരി കത്തിച്ച ആ ഒരു നിമിഷങ്ങളെ കൂടെ നമ്മളിപ്പം മറവിയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റർ എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എത്ര പേര് ഓർത്ത് വെച്ചിട്ടുണ്ടാവും? കാരണം ഇതിങ്ങനെ നമ്മുടെ ഓരോ ദൃശ്യങ്ങളും കണ്ട് 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 നമ്മൾ പൊക്കോണ്ടിരിക്കുക. അപ്പം നമുക്ക് വേണ്ടിയ അപൂർവമായി നമ്മളുടെ മനസ്സിനെ സ്പർശിക്കുന്ന അപൂർവമായ ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഓർമ്മയിൽ വയ്ക്കാൻ സൂക്ഷിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഓർത്തെടുക്കുവാൻ ശ്രമിക്കുന്നുള്ളൂ. ഇത് നമ്മുടെ തലച്ചോറ് നമുക്ക് നൽകുന്ന പ്രേരണയാണ്. ഇവിടെ എന്നെക്കുറിച്ചുള്ള വീഡിയോ കാണിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആദ്യം ഒന്ന് ഓടി വന്നിട്ട് ഇത് സ്റ്റക്കായി. പിന്നെ അത് കഴിഞ്ഞപ്പം തിയോഡോഷ്യസ് തിരുമേനിയുടെ ഫയൽ വന്ന് കയറി. ഇതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറെന്ന് പറയുന്നത്. ഈ തലച്ചോറിലേക്ക് നമ്മൾ അമർത്തുന്ന റേസർ അമർത്തുമ്പോൾ ഏത് ഫയലിലേക്കാണ് വേണ്ടിയത് അദ്ദേഹം വീണ്ടും ശ്രമിക്കുകയാണ്. ബ്ലസ്സിന്ന് എഴുതിയ ഫയലിലേക്ക് ശ്രമിക്കുകയാണ്, വീണ്ടും വരുന്നു, അത് സ്റ്റക്കായി പോകുന്നു. നമ്മുടെയൊക്കെ തലച്ചോറ് ഇങ്ങനെയാണ്. പക്ഷെങ്കിൽ ചില മാനസിക രോഗങ്ങൾ, അത് മറവി രോഗം മാത്രമല്ല, മറ്റ് പല മാനസിക രോഗങ്ങളും നിങ്ങളോട് ചോദിക്കുവാണ്, ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയുന്ന മറുപടി, അയ്യോ കിഴക്കേലെ ശോശക്കുട്ടിയല്ലയോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീണ ജോർജ് അല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോടുള്ള ചോദ്യം ഇവിടുത്തെ ഉദ്ഘാടക ആരാണെന്നുള്ളതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ്റെ പേര് പറയുമ്പം പറയുന്നത്. അതായത് ചോദ്യത്തിനനുസരിച്ച ഉത്തരമല്ല നിങ്ങൾ പറയുന്നത്. ഇതാണ് കോഡ് ചെയ്യുന്നതിൻ്റെ ബുദ്ധി, നമ്മളെ ബുദ്ധിയുള്ളവൻ എന്നൊക്കെ നമ്മളെ പരസ്പരം നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോഴുണ്ടാകുന്ന ഒരു തലച്ചോറിൻ്റെ അത് ക്ഷതം കൊണ്ടുണ്ടാവാം, മറ്റ് പല കാരണങ്ങൾ കൊണ്ടും അത് സംഭവിക്കാവുന്നതാണ്. അതാണ് ഈ മറവി രോഗത്തിൻ്റെ ഏറ്റവും വലിയത് എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഭ്രാന്തുള്ളവനെ പോലും കല്ലെറിയാനും അവനെ വീട്ടിൽ കയറ്റാതിരിക്കാനും വീട്ടിലുള്ളവന് ഭ്രാന്താകുമ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും അല്ലെങ്കിൽ അവനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും പൂട്ടിയിടാനും തളച്ചിടാനുമായിട്ടൊക്കെ ബുദ്ധിയുള്ള നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ബുദ്ധി പറയുന്നത് അവനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഇവിടെ നമ്മുടെ ബുദ്ധി കൃത്യമാണോ എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തു, ആ ഒറ്റ സത്യപ്രതിജ്ഞ മതി ഈ മീറ്റിങ്ങിന്. പക്ഷെ നമ്മൾ മറന്നുപോയി, ഞാൻ മറന്നുപോയി. മറ്റുള്ളവരെ കരുതുവാനായിട്ടുള്ള ഇതാണ് ആത്മീയത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള എല്ലാ കഥകളും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരെ കരുതുക, സമൂഹത്തിനെ കരുതുക, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഇല്ലാതാകുക എന്നാണ് മാർക്സും പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ സമൂഹത്തിനെ നയിക്കാൻ താല്പര്യപ്പെട്ടുള്ളവരെല്ലാം പറയുന്നത് സമൂഹത്തിലായിരിക്കുക എന്നുള്ളതാണ്. അയൽക്കാരനെ നമ്മളെപ്പോലെ സ്നേഹിക്കുന്ന പോലെ സമൂഹത്തിലായിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസിൽ പല ക്ലിനിക്കുകൾ സന്ദർശിക്കുമ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, അച്ഛനെ അടിച്ച് തല പൊട്ടിച്ചിട്ട് മകൻ ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ മുറിവ് കെട്ടാനായിട്ട് അച്ഛനുമായിട്ട് വന്നു. ഡോക്ടർ പിടിച്ച് ഈ പിതാവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടറോട് മകൻ പറഞ്ഞത്, എൻ്റെ ഭാര്യയെ എൻ്റെ അപ്പൻ കയറി പിടിക്കാൻ ശ്രമിച്ചു, അതിന് ഞാനൊരു എണ്ണം വെച്ചു കൊടുത്തു. ആരാ ഡോക്ടറെ ചെയ്യാത്തത്? ഇങ്ങനെ അപ്പൻ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? മകൻ വളരെ വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, ഈവൻ ചിലപ്പോൾ അയാളൊരു ഡോക്ടർ വരെ ആവാം. പക്ഷേ അയാൾക്ക് തോന്നിയത്, എൻ്റെ ഭാര്യയെ എൻ്റെ അപ്പൻ കയറി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ നല്ല പൊട്ടിയിൽ വെച്ച് കൊടുത്ത് മറിഞ്ഞ് വീണ് തല പൊട്ടി. ഡോക്ടർ അവിടെ അദ്ദേഹത്തിന് പിതാവിനെ അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, മുറിവ് വെട്ടി, ഒക്കെ മുറിവ് ഉണക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. പക്ഷെങ്കിൽ 2 ദിവസം അവിടെ കിടന്നപ്പോൾ ഡോക്ടറിന് മനസ്സിലായി ഈ പിതാവിന് മറവി രോഗത്തിൻ്റേതായിട്ടുള്ള വലിയ ലക്ഷണങ്ങൾ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കണ്ട മരുമകളിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലെത്തുന്നത് തൻ്റെ കുട്ടിക്കാലത്തുള്ള താൻ ഏറ്റവും അടുത്തിടപഴകിയ ഒരു സ്ത്രീയോ ഭാര്യയോ മറ്റാരെങ്കിലും ആവാം, അവരാണ് ആ രൂപമെന്ന് കരുതി പെരുമാറിയത്
തൻ്റെ മകന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്ര വിചിത്രമാണ് അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എത്ര വിചിത്രമാണ്. ഇത് ബുദ്ധിയുള്ള നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൻ്റെ അഹങ്കാരം. നമ്മൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ അപക്വമായി, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത്, ജോലിക്കാരുടെ അടുത്ത്, മറ്റു ഒക്കെ അപക്വമായി ലൈംഗികമായി ഒക്കെ ഇടപെടുമ്പോൾ ഈ കിളവന് വേറെ പണിയില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ഇതിനെക്കുറിച്ചുള്ള ബുദ്ധിയില്ലായ്മയാണ് എന്നുള്ളത് ഇന്നും സമൂഹം പറയുന്നില്ല. അപ്പം അങ്ങനെ വിചിത്രമായ, നമ്മളൊരു ക്ലിനിക്കൽ സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര വിചിത്രമാണ്. എനിക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ, അത് ഞാൻ എൻ്റെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്, എഴുന്നേറ്റ് എൻ്റെ രൂപം കാണുമ്പോൾ ബ്ലസ്സി ഇങ്ങനെയാണെന്ന് ബ്ലസ്സിക്ക് അറിയത്തില്ല. ബ്ലസ്സി ആയിരിക്കുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോടൊപ്പം വേറൊരാളാണ് ഉണ്ടെന്നുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറയും അയക്ക് ഭ്രാന്താന്ന് പറയും. ഈ പറയുന്ന വാക്കുപയോഗിക്കുന്ന നമ്മുടെ അജ്ഞതയെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അത്ര ഗുരുതരമായ അവസ്ഥകളാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ പ്രതാപോത്തൻ പറയുന്നുണ്ട്, ഇത് രോഗിക്കല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പനി വരുമ്പോൾ, വയറിന് വേദന വരുമ്പോൾ, കാലിന് വേദന വരുമ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറയും, ഡോക്ടറെ എനിക്ക് നല്ല പനിയുണ്ട്, വയറ്റിൽ നിന്ന് വളരെ മോശമായി പോകുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ രോഗങ്ങൾ പറഞ്ഞു കൊടുക്കും. ഡോക്ടർ അതിൻ്റെ അനുസരിച്ച് പാരസെറ്റമോളും അല്ലെങ്കിൽ അതുപോലെയുള്ള മരുന്നുകളൊക്കെ, അവോമിനും അത് ഇതൊക്കെ അല്ലെങ്കിൽ മറ്റു മരുന്നുകളൊക്കെ എഴുതി തരും നമ്മളെ അസുഖത്തിന് വേണ്ടി. ഈ രോഗത്തിന് ഇതനുഭവിക്കുന്ന ഒരാൾക്ക് എനിക്കെന്താണ് അസുഖമെന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ ഒരു വലിയൊരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രയാസമുള്ളൂ. ഞാനെന്താണെന്ന് എനിക്കറിയാതെ പോകുന്നു. എനിക്കെന്താണ് വേണ്ടിയത്? എനിക്ക് ആഹാരം വിശക്കുന്നതിനാണ് കഴിക്കേണ്ടത്, അങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സാണ്, ഒന്നൊന്നുമല്ല. അതായത് നമ്മളുടെ നിത്യമായ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നു. ഈ ഡോക്ടർ ജേക്കബ് റോയിയുമായിട്ട് ഞാൻ ഏറെ നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ അൾസമേഴ്സ് ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ആളാണ്. ഇന്ത്യയിലെ അതിൻ്റെ ഒരു പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പീഡിയാട്രീഷ്യനായിട്ട് ഞാൻ എങ്ങനെയാണ് ഈ പ്രവർത്തനത്തിലേക്ക് വന്നതെന്നുള്ളൊരു ചരിത്രം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പിതാവ് കോലഞ്ചേരിയിലെ ഒരു ഇടവകയിലെ പുരോഹിതനായിരുന്നു. അപ്പം അച്ഛന് പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ, കുർബാന ചൊല്ലുമ്പോഴൊക്കെ എന്തോ ചില കുഴപ്പങ്ങൾ തോന്നി. പിന്നീട് അതൊരു ചെറിയ മറവിയായിട്ട് തോന്നി. റിട്ടയർമെൻറ്റിലേക്ക് വോളണ്ടറി ആയിട്ട് റിട്ടയർമെൻ്റ് എടുത്തു. അപ്പം ഈ ഡോക്ടർ പറയുന്നത്, ഞാനൊരു ഡോക്ടർ വീട്ടിലുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു. എൻ്റെ അമ്മ കൊടുത്ത ഒരു ഏത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പൻ പെട്ടെന്ന് മരിച്ചു. ഒരു ഡോക്ടറായ എനിക്ക് മനസ്സിലായില്ല ഒരു പഴം കഴിച്ചപ്പോഴെങ്ങനെയാണ് എൻ്റെ അപ്പൻ മരിച്ചതെന്ന്. കാരണം ഈ പഴം വായിലിട്ട് ചവച്ച് അരച്ച് വിഴുങ്ങുകയാണ് വേണ്ടിയതെന്നുള്ള ഒരു കാര്യം ഈ അപ്പൻ അറിയത്തില്ല എന്നുള്ളത് അന്നത്തെ കാലത്ത് ഡോക്ടറിന് മനസ്സിലായില്ല. ഈ അസുഖത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന്. എങ്ങനെയാണ് നമ്മൾ നന്നായി ചവച്ചരച്ചാണ് ഇത് കഴിക്കേണ്ടതെന്നുള്ള നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പഠിച്ചു വന്ന ഒരു കാര്യം ഈ പുരോഹിതൻ മറന്നുപോയി. അപ്പോൾ ഒരു ഡോക്ടർ വീട്ടിലുണ്ടായിട്ട് പോലും തൻ്റെ പിതാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു വലിയ മനോവേദനയാണത്. ആ മനോവേദനയിലാണ് ഡോക്ടർ പിന്നീട് അയാൾ പീഡിയാട്രീഷ്യനായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു വലിയ മൂവ്മെൻറ്റിന് വേണ്ടി എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനും മനസ്സിലാക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ഈ മറവി രോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം വന്ന ഒരു കാര്യം. അപ്പം ഇതിൻ്റെ ബോധമുണ്ടാകുന്നത്, അറിവുണ്ടാകുന്നത് രോഗിക്കല്ല. ഇതിൻ്റെ ചികിത്സ വേണ്ടിയത് സമൂഹത്തിനാണ്, രോഗിയുടെ കെയർ ഗീവേഴ്സിനാണ്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയാം, എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ പേരും നാളും പറയുന്നില്ല, എൻ്റെ ഒരു അമ്മച്ചി സുഖമില്ലായിരിക്കുക. എൻ്റെ ഒരു അനുജൻ്റെ വകയിലൊരു അനുജൻ്റെ അമ്മയാണ്. അപ്പം അമ്മയുടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ അമ്മയുടെ ഒരു മകൻ്റെ മരുമകളെ കാണുമ്പോൾ, മൂത്ത മരുമകളെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ പറയും, അവരിച്ചിരി മാറിയാണ് താമസിക്കുന്നത്,
രണ്ടാമത്തെ മരുമകളുടെ കൂടെയാണ് താമസിക്കുന്നത്. പക്ഷേ ഇവളെ എപ്പോഴും കുറ്റം പറയും. ഇവളെ അറിയത്തില്ല, ഇവളാരാന്നറിയത്തില്ല. കൂടെ താമസിക്കുന്ന ഈ പെൺകുട്ടി ആരാന്ന് അവർക്കറിയില്ല. പക്ഷേ മൂത്ത മരുമകളെ ഇടയ്ക്ക് വരുമ്പോൾ അവളെ പേര് ചിലപ്പം വിളിക്കും, സ്നേഹം കാണിക്കും. ഇതിവർക്ക് വലിയ പ്രയാസമാണ്. ഞങ്ങൾ എൻ്റെ അമ്മയെ ഇത്രയധികം സ്നേഹത്തോടുകൂടി ഞങ്ങൾ നോക്കിയിട്ട് കണ്ടോ, വല്ലപ്പോഴും വന്ന് കയറുന്ന ആ ചേച്ചിക്കാണ് എല്ലാ സ്നേഹവും കിട്ടുന്നത്. ഇതിങ്ങനെ ഒരു മനുഷ്യൻ എന്തൊക്കെ ചിന്തിക്കാമോ, നമ്മളാണ് ചിന്തിക്കുന്നത്, അവരൊന്നും ചിന്തിക്കുന്നില്ല. അപ്പം ഈ തിരിച്ചറിവുകളൊക്കെ സമൂഹത്തിലേക്ക് വന്നില്ലെങ്കിൽ അപ്പന് ഭ്രാന്താണെന്ന് കുറച്ച് നാൾ പറഞ്ഞു നടക്കേണ്ടി വരും. ഇവരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു രോഗത്തിനെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട്, കാരണം നമുക്ക് കുഞ്ഞുങ്ങളുടെ ഒരു വളർച്ച പോലെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ ചെറിയ പ്രായത്തിൽ നമുക്ക് കഴിയത്തില്ല. പിള്ളേർ കരയുമ്പോൾ അമ്മമാർ പാല് കൊടുക്കും. പക്ഷെങ്കിൽ നമ്മൾ അത് വിശപ്പ് അടങ്ങിക്കഴിയുമ്പോൾ പിന്നെ കരച്ചിൽ നിർത്തും. പക്ഷേ ഈ രോഗത്തിന് അടിമയായ ഒരാൾക്ക് വിശപ്പ് മാറി എന്നറിയുന്നില്ല. അപ്പം അത്തരത്തിൽ ഉള്ളൊരു വളരെ വലിയ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കർമ്മ മേഖലയിലൂടെയാണ് സ്മൃതി കടന്നു പോകുന്നത്. ഇതിൽ ഇവരോടൊപ്പം നിൽക്കുന്ന കെയർ ഗീവേഴ്സ്, ഇതിൻ്റെ മറ്റു ശുശ്രൂഷകർ, ജിനു ജോണച്ചൻ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുവാനായിട്ടുള്ളൊരു വലിയ കരുതലും ആർജവുമാണ് ഉണ്ട് എന്നറിയാമെങ്കിൽ പോലും അത് കൂടുതലായിട്ട് രോഗിക്ക് ഉണ്ടാകുന്ന ചികിത്സയേക്കാൾ കൂടുതൽ സമൂഹത്തിലേക്ക് ഇതിൻ്റെ മെസ്സേജുകൾ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കത്തക്കതായിട്ടുള്ള അറിവുകൾ പകർന്നു നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ നമ്മൾ സമൂഹത്തിൽ ആയിരിക്കുമ്പോഴാണ് യഥാർത്ഥമായ സുവിശേഷം പ്രചരിക്കപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കരുതുവാൻ കാണിക്കുന്ന എല്ലാ ഉത്സാഹങ്ങളും കരുതലും ദൈവം മുമ്പാകെ വാഴ്ത്തപ്പെടും എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ സംസാരിക്കുന്നവരാണ്. പക്ഷെങ്കിൽ അത് പ്രവൃത്തിയിലാക്കുക എന്ന് പറയുന്നത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ചുമതലയാണ്. ഞാനതങ്ങ് മറന്നുപോയി എന്ന് പറയല്ല. ബ്ലസ്സിക്ക് ഇങ്ങനെയൊന്നും പറയാൻ അറിയുന്ന ഒരാളൊന്നുമല്ല. നിങ്ങളൊക്കെ ഇത് കേട്ട് ഓർക്കണമെന്നുള്ളതുകൊണ്ടാണ്. അത് ഞാനങ്ങ് മറന്നുപോയി അയാൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്യാൻസറാണെങ്കിൽ നമുക്ക് മുറിച്ച് കളയാം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഞാൻ ബോധപൂർവമായി മറക്കുന്നവരെ ഉണ്ടല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് മെഴുകുതിരി കത്തിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മൾ മറന്നുപോയി. നമ്മൾ വലിയ മിടുക്കന്മാരല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ഞാനത് ഓർപ്പിക്കുകയാണ്. എല്ലാവരുടെയും കടലാസ് കിട്ടിയില്ലേ പോലും ഒന്നുമില്ല. മറ്റുള്ളവരെ കരുതുവാനായിട്ട് കിട്ടുന്ന ജീവിതത്തിൻ്റെ അവസരങ്ങൾ അത് എന്തുമാകട്ടെ, അത് സ്മൃതിയിൽ മാത്രമാകണമെന്നില്ല. സമൂഹത്തിൽ കാണുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലേക്കും കരുതുവാനായിട്ടുള്ള ഒരു ശുശ്രൂഷ അത് ഏറ്റവും വലുതാണ് എന്ന തരത്തിൽ വിശ്വസിക്കുക. എല്ലാവർക്കും എനിക്ക് തന്ന ഒരുപാട് സ്നേഹം, നല്ല വാക്കുകൾ, കരുതൽ. ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മ, ഇത്രയും വൈദികർക്കിടയിൽ നിന്നിട്ട് ഒരു സ്വീകരണം ഉണ്ടാകുക എന്ന് പറഞ്ഞത് എനിക്കൊന്ന് ഒരു സിനിമയെ തന്നെ ഉയർത്തപ്പെടുന്ന പോലെയാണ്. അതൊരു ഒരു 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 പ്രക്രിയയെ അല്ലെന്നുണ്ടെങ്കിൽ അതൊരു സുവിശേഷത്തിൻ്റെ ഭാഗമായി കാണുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന് തിരുമേനിയും മറ്റിതിൻ്റെ സംഘാടകരും മൂത്തിയച്ഛൻ്റെ ഒരുപാട് നല്ല വാക്കുകളും ഒക്കെ ഞാൻ സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ ഒരുപാട് കണ്ണീര് വീഴ്ത്തിയ, എഴുതുന്ന പേപ്പറിൽ കണ്ണീര് വീണിട്ടുള്ളതാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്. അതിനെനിക്ക് തമ്പുരാൻ നൽകിയ കൃപ, സ്നേഹമായിട്ട് നിങ്ങൾ തന്ന സ്നേഹത്തിനെ തമ്പുരാനിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങുന്നു. താങ്ക് യു.